ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിക്കോട്ടെ, അങ്ങനത്തെ മിക്ക സ്ഥലത്തും ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഈവൻ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും പല ചികിത്സകൾക്കും നമുക്ക് കാശ് കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ, അത് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പലരും ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനോ ഒക്കെ മടിക്കാറുണ്ട്. നല്ല രീതിയിൽ അസുഖം ഒന്ന് മൂർച്ഛിച്ചാൽ മാത്രമേ പല ആൾക്കാരും ഡോക്ടറെ കാണുക പോലും ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ പല ആൾക്കാരും ഒരു ഫാർമസിയിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിലോ പോയിട്ട് സ്വന്തമായിട്ട് ഒരു മരുന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ആ ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് മേടിച്ച് കഴിക്കുകയോ ഒക്കെയാണ് പലരും ചെയ്യുന്നത്. ഈവൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്, ആൻറ്റിബയോട്ടിക്സ് പോലും നമുക്കൊരു ഫാർമസിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് മേടിക്കാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് പല രീതിയിലും ചികിത്സകളിലൊക്കെ ചികിത്സിക്കുന്നതും. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ മാത്രമല്ല, പല ആൾക്കാരും ഹോമിയോയും അല്ലെങ്കിൽ ആയുർവേദവും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റാണ് പലരും ഫോളോ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൻ്റെ എണ്ണമെന്ന് പറയുന്നത് ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ടൗണിൽ തന്നെ 10-15 ഹോസ്പിറ്റൽസാണുള്ളത്. ചിലരൊക്കെ ചിലപ്പോൾ ഒരു 10 ബെഡഡ് ആയിരിക്കാം, ചിലർക്ക് ഒരു 25 ബെഡഡോ, അങ്ങനെ വലുപ്പത്തിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നിരുന്നാൽ പോലും ഏത് സമയത്തും നമുക്ക് ഡയറക്റ്റ് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനും അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സർജറിയൊക്കെ പറയുകയാണെങ്കിൽ പോലും നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മളൊരു മെയിൻ സിറ്റീസിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല പരസ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഹോസ്പിറ്റലിൻ്റെ ആയിട്ടുള്ള പരസ്യങ്ങൾ. അതായത് ഹൈവേഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാർഡിയാക്ക് എന്തെങ്കിലും കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാർദ്ധക്യമുള്ളവരെ ചികിത്സിക്കുന്നതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ നൂതനമായിട്ടുള്ള ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ബോർഡുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാം മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൻ്റെ എണ്ണമൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് വളരെ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു എന്നുള്ളതാണ്. പല ഹോസ്പിറ്റലിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാക്കേജായിട്ട് പോലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഒരിക്കൽ നിങ്ങൾക്കൊരു ഡോക്ടർ തന്നേക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ആ സെയിം അസുഖങ്ങൾ വീണ്ടും നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തന്നെ പലവട്ടം ഫാർമസിയിൽ നിന്നൊക്കെ മെഡിസിൻ വാങ്ങി കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്.